ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹോംസ് കിച്ചൻ. ഇറ്റ്സ് മീ നിതീഷ്. ഇന്ന് നമ്മളൊരു പാൽക്കപ്പ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പാൽക്കപ്പ് റെസിപ്പി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ നമ്മൾ 1/2 കിലോയോളം വരുന്ന കപ്പയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ അല്ല, ഒരു 600 ഗ്രാം മിച്ചമുണ്ട്. അത് വെച്ചാണ് നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വെള്ളം ഒഴിച്ച് തീ വെച്ച് വേവിച്ചെടുക്കാം. എല്ലാം കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പ് ഫ്ലെയിം തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് വേകാൻ വേണ്ടി മൂടി വെക്കാം. ഇനി ലേശം ഇതിനാവശ്യമുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കപ്പ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കപ്പ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മുടെ കപ്പ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ള ചുവന്നുള്ളി, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി നമുക്ക് കല്ലിലിട്ട് ഇടിച്ചെടുക്കാം. ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി വെളുത്തുള്ളിയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് കപ്പയൊന്ന് ഇടിച്ചു കൊടുക്കാം. മൺചട്ടി ആയത് കാരണം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നത്. അല്ലെങ്കിൽ വേറെ ചട്ടിയൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 600 ml തേങ്ങാപ്പാലാണ്. അതിൽ ആവശ്യമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാലെന്നോ 2-ാം പാലെന്നോ ഒന്നുമില്ല, എല്ലാം കൂടി ഒന്നിച്ചെടുത്തതാണ്. തീ ഇനി ലോ ഫ്ലെയിമിൽ കത്തിച്ച് വെക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ, ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനിടയ്ക്ക് ഉള്ളിയും വറ്റൽമുളകും താളിച്ച് ചേർക്കാൻ വേണ്ടത്, നമുക്ക് അത് റെഡിയാക്കാം. അപ്പോഴത്തേക്കും വറ്റൽമുളക് 3 എണ്ണം, കുറച്ച് ചുവന്നുള്ളി, 2 കരിവേപ്പിലയാണ് നമ്മൾ താളിച്ച് ചേർക്കാൻ എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടാകാൻ വേണ്ടി നമ്മൾ തീയെ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. മൂന്ന് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നടുവെ മുറിച്ചാണ് ഇട്ടേക്കുന്നത്. ഇതിൽ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിരുന്ന അപ്പം ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിന് ഉപ്പ് കുറവാണ്, ഞാനത് നോക്കിയിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് വെച്ചിരിക്കുന്ന മുളകും മീനും ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇത് തണുത്ത് വരുമ്പോഴത്തേനും ഇത്രയും കൂടി കുറുകി നല്ലതാകും. നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.